ചിന്മയ മിഷൻ 75-ാം വാർഷികം അമൃത മഹോത്സവം 2026 ആഘോഷത്തിന്റെ ഭാഗമായി മാണിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ വെള്ളരിക്കുണ്ട് താലൂക്ക് തല ക്ഷേത്രേശ്വര സംഗമവും ഗീതാ പഞ്ചാമൃതവും നടന്നു. ചിന്മയ മിഷൻ കേരള മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി വിളക്ക് കൊളുത്തി അനുഗ്രഹ ഭാഷണം നടത്തി. പുണ്യവും പവിത്രവുമായ 108 ദേവാലയങ്ങളിൽ ഒന്നായ മാണിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് ചിന്മയ മിഷൻ 75-ാം വാർഷികം അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി വെള്ളരിക്കുണ്ട് താലൂക്ക് തല ക്ഷേത്രേശ്വര സംഗമവും ഗീതാ പഞ്ചാമൃതവും നടന്നത്. പരിപാടിയുടെ ഭാഗമായി രാവിലെ 6 മണിക്ക് നട തുറക്കൽ, തുടർന്ന് അഭിഷേകം, ഉഷപൂജ എന്നിവ നടന്നു. 10 മണിക്ക് ക്ഷേത്ര കമാനത്തിൽ നിന്നും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സ്വാമിയെ വരവേറ്റു. ചിന്മയ മിഷൻ കേരള മേധാവി സ്വാമി വിവിക്താനന്ദ സരസ്വതി വിളക്കുകൊളുത്തി അനുഗ്രഹ പ്രഭാഷണം നടത്തി. യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം പരമാനന്ദമാധവം. പൂർവ ജന്മാർജിതമായിട്ടുള്ള കർമ്മം കൊണ്ട് വന്നു ചേർന്ന ഒരു സൗഭാഗ്യമായിട്ട് കരുതുന്നു. ഈ ക്ഷേത്രത്തിൽ വന്നു ചേരാനും ഭഗവത് ദർശനം, മഹാദേവ ദർശനം ഉണ്ടാവാനും, അതുപോലെ തന്നെ ഞങ്ങളുടെ ഏവരുടെയും സമക്ഷം ഒരു ചെറിയ സത്സംഗം നടത്താനുമൊക്കെയുള്ളത് വലിയൊരു സൗഭാഗ്യമായിട്ട് കരുതുകയാണ്. വരുന്ന വഴിക്ക് കാടും മലയും കുന്നും മേടും എല്ലാം താണ്ടിയാണ് ഈ പ്രദേശത്ത് വന്നു ചേരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൃദ്യമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു അത്. ഹൃദ്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്യാസിയാണെങ്കിലും ഗൃഹാതുരത്വം ഉണ്ടായി എന്ന് പറയാം. ഗൃഹാതുരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലേ. സ്വാമി വിശ്വാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷനായി. സെക്രട്ടറി കെ മുരളീധരൻ, മാണിയൂർ മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി കെ പി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് 12:30 ഉച്ചപൂജ, പ്രസാദ വിതരണം, അന്നപ്രസാദ വിതരണം എന്നിവ നടന്നു. വൈകിട്ട് 6:30 ദീപാരാധന, തുടർന്ന് അത്താഴപൂജ, പ്രസാദ വിതരണം എന്നിവയോടെയാണ് ചടങ്ങുകൾക്ക് സമാപനമായത്. സീനറ്റ് ന്യൂസ്, കരിന്തളം.